ഞാൻ ശ്രദ്ധിച്ചില്ല. ഹബീബ് ഓക്കെ എന്റെ എഫേർട്ട് അവൻ 20 രൂപ സൂപ്പർ ചാറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു 20 രൂപ സൂപ്പർ ചാറ്റ് ചെയ്തിട്ടുണ്ട്. ഹബീബിന് ഒരു ബിഗ് താങ്ക്സ്. അപ്പൊ അവൻ പറഞ്ഞ വാക്ക് വായിച്ചിട്ട് സൂപ്പർ ചാറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. അവൻ ആൺകുട്ടിയാണോ എന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അല്ല, പറഞ്ഞ വാക്ക് പാലിക്കണ്ടേ? അപ്പൊ അത് ആ പറഞ്ഞ വാക്കിന് വിലയുള്ള അങ്ങനെ നീ 100 സൂപ്പർ ചാറ്റ് എന്ന് പറ. അല്ല, ഇതിനകത്ത് ആൺകുട്ടികൾ മാത്രമാണ് കുറെ വാക്കുകൾ പറഞ്ഞുള്ളൂ. പെൺകുട്ടികൾ ആരും ഒരു വാക്ക് പാടില്ല. ഓക്കെ, എന്റെ 33 ഞാൻ അതുകൊണ്ടാണ് ഞാൻ കാര്യം പറയാം. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങള് ഈ മെമ്പേഴ്സ് ഓൺലിയുടെ ആ ഒരു സംഭവം നമ്മൾ ചെയ്ത സമയത്ത് നിങ്ങൾ അതിനു മുമ്പ് ഞാൻ എന്റെ ചാനൽ അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾ ആ മെമ്പർഷിപ്പ് എടുക്കുക. 179 രൂപ മറ്റു മെമ്പർഷിപ്പ് ഉണ്ടോ എനിക്ക് തോന്നുന്നു. ഫസ്റ്റ് ലെവൽ 1 മെമ്പർഷിപ്പ് 179 ആണെന്ന് തോന്നുന്നു. ഞാൻ ഉറപ്പായിട്ടും ഞാൻ പറയാം. ഇനി വരും കാലത്ത് നമ്മൾ ലൈവ് അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ പറഞ്ഞതുപോലെ പബ്ലിക് ലൈവ് ആയിരിക്കത്തില്ല. മെമ്പേഴ്സ് ഓൺലി ആയിട്ടുള്ള ലൈവ് നമ്മൾ ചെയ്യും. ആ ലൈവ് ചെയ്യുന്ന സമയത്താണ് ഇതുപോലെ ടാസ്ക് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ടാസ്കിന് ആൻസർ പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യന് 10 രൂപ എന്ന രീതിയിൽ നമ്മൾ നിങ്ങൾക്ക് ജീപേ ചെയ്യുന്നതായിരിക്കും. എന്താണ് 4 മണിക്കൂർ കൊണ്ട് നിങ്ങൾ എങ്ങനെ പോയാലും ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് റെഡി ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ഒരു 18 ക്വസ്റ്റ്യൻ ആൻസർ 10 രൂപ വെച്ചാകുമ്പോൾ തന്നെ 180 രൂപ നിങ്ങൾ മുടക്കി ക്യാഷ് തിരിച്ചു കിട്ടും. പിന്നെ കുറച്ചുകൂടെ ഫണ്ടിയായിട്ട് സ്റ്റേ ചെയ്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ക്യാഷ് കിട്ടും. എല്ലാ ഞായറാഴ്ചയും ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ഞായറാഴ്ചയും നമ്മൾ വരാറുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാണ്. ഇപ്പോഴല്ല, ഞങ്ങളെ ചാനലിന് റവന്യൂ കിട്ടി തുടങ്ങിയതിന് ശേഷമാണ്. ഇന്ന് ജസ്റ്റ് ഹാഫ് മോട്ടേഴ്സ് ആയിട്ടേ ഉള്ളൂ. ഇനിയും കുറച്ചും കൂടെ മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ എന്നാണോ റവന്യൂ കിട്ടി തുടങ്ങുന്നത് ആ ദിവസം മുതൽ ഞാൻ ലൈവ് ചെയ്യുന്നത് മെമ്പേഴ്സ് ഓൺലി ലൈവ് ആയിരിക്കും, പബ്ലിക് ലൈവ് ആയിരിക്കും. ഓക്കെ, ഹബീബ് കള്ളം പറയുകയാണെന്നൊന്നല്ലോ. വാക്ക് പറഞ്ഞ വാക്കാണ്. ഞാൻ ആദ്യമേ എന്റെ എത്ര ചെയ്യുമെന്ന് പറഞ്ഞില്ലായിരുന്നു. എന്റെ ഉള്ള ഞാൻ തന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഹബീബിനെ എനിക്ക് ഇഷ്ടമായി. ഹബീബിനെ ഞങ്ങൾക്ക് ഇഷ്ടമായി. ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു പുള്ളി. ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. ഈ ഹബി അങ്ങനെ വന്നതാണ്, മായ ഹബി, പിന്നെ ഒരു മനു എന്ന് പറഞ്ഞ സിജിന, അങ്ങനെ കുറെ പേര് നമുക്കിങ്ങനെ ക്ലോസ് ആയിട്ട് വന്നിട്ട് ഒരാളായിട്ട് മാറിയിട്ടുണ്ട് ഹബീബ്. കുഞ്ഞി ജേർണി വിത്ത് മനീഷയിൽ വരുന്ന മോളാണോ? ആരോടാണെന്നറിയില്ല. നിതീഷ് ഹായ്. റഹ്മാൻ ഒരു സുഖമല്ലേ? പണിയെടുക്കാൻ ജീവിക്കാൻ പ്രേരിപ്പിക്കാൻ ചേട്ടാ. അങ്ങനെയല്ല, ജസ്റ്റ് ഒരു ടൈം പാസ്. അഡ്വക്കേറ്റ് ലുട്ടാപ്പി MBBS നല്ല പേര്, അഡ്വക്കേറ്റിന് ഇടാൻ പറ്റിയ പേരാണ്. അപ്പൊ ഗൗരി, ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഡാറ്റ ചാർജ് ചെയ്ത് നിങ്ങൾ എല്ലാവരും, അല്ലെങ്കിൽ നിങ്ങൾ ക്യാഷ് കൊടുത്ത് എന്റെ മെമ്പർഷിപ്പ് നല്ല ഏത് ചാനലിലെ മെമ്പർഷിപ്പ് എടുത്താലും നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് വേണ്ടേ? അപ്പം ഞാൻ പരീക്ഷിക്കാൻ വേണ്ടി നിൽക്കുക. എനിക്കൊന്നും അറിയത്തില്ല. അതായത് യൂട്യൂബിന് ഒരു ലൈവ് വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് എത്ര പേര് വാച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനുള്ള എത്ര നമുക്ക് പേയ്മെന്റ് കിട്ടുന്ന കാര്യം എനിക്ക് ഇതുവരെ അറിയത്തില്ല. നമുക്ക് ആ സ്റ്റേജ് ആയിട്ടില്ല. ബട്ട് എന്തായാലും എനിക്ക് കിട്ടുന്ന പേയ്മെന്റ് അത് എന്റെ സബ്സ്ക്രൈബേഴ്സിന് വീഴ്ച കൊടുക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. കാരണം നിങ്ങളാണ് നമ്മൾ ഇവിടെ എത്തിച്ചത്. നിങ്ങൾ കാരണം നമുക്ക് ആ പേയ്മെന്റ് കിട്ടുന്നത്. അപ്പൊ അതിന് തീർച്ചയായിട്ടും നിങ്ങൾ നല്ല വില ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ നെറ്റ് ചാർജ് ചെയ്യുന്നുണ്ട്. എന്റെ മെമ്പർഷിപ്പ് എടുക്കാനാണെങ്കിൽ അതിന് പ്രത്യേകം പൈസ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു മാസത്തെ അല്ലെങ്കിൽ റീചാർജ് ചെയ്യുന്ന ഇപ്പൊ ഡാറ്റ നമ്മൾ ലൈവ് കാണാൻ വേണ്ടി ഒരുപാട് ആ പൈസ അത് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് ഭർത്താവ് ഞങ്ങൾ തിരിച്ചെന്തെങ്കിലും തരണമെന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്നാണോ റവന്യൂ കിട്ടി തുടങ്ങുന്നത് അന്ന് ഞങ്ങളുടെ ചാനൽ അന്ന് മുതൽ ചെയ്യുന്ന ലൈവ് എല്ലാം മെമ്പേഴ്സ് ഓൺലി ആയിരിക്കും. അപ്പം മെമ്പേഴ്സിലുള്ള ആൾക്കാർ മാത്രമേ കാണാൻ പറ്റുള്ളൂ. 179 രൂപ കൊടുത്ത് നമ്മൾ ചാനൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഞായറാഴ്ച നമ്മൾ ലൈവ് വരും. മെമ്പേഴ്സ് ഓൺലി ആക്കി ഇട്ടിട്ട് ഇതുപോലെ ഗിവ് ആയിരിക്കും. ഒന്നുകിൽ ടാസ്ക് ആയിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്വസ്റ്റ്യൻ ആൻസർ ആയിരിക്കും, ക്വസ്റ്റ്യൻ ചോദ്യമായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് നമ്മുടെ ചാനൽ കാണുന്നതോട് കൂടി നിങ്ങൾക്ക് വരുമാന മാർഗമാകും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചെറിയൊരു പോക്കറ്റ് മണി എന്ന രീതിയിൽ. ഹബീബിന്റെ സ്ഥലം ഞാൻ മറന്നു കേട്ടോ. ഹബീബിന്റെ സ്ഥലം എവിടെയാണ് ഹബീബ്? ഹബീബ് റഹ്മാൻ സ്ഥലം എവിടെയാണെന്ന് പൊളി. ഇത്രയും പെട്ടെന്ന് തുടങ്ങാൻ പറ്റുന്നുണ്ട്. ഞാൻ BEd സ്റ്റുഡന്റ് ആണ്. ഓക്കെ. മലപ്പുറത്ത് എവിടെയാണോ? ഓക്കെ.
ഞാൻ പറഞ്ഞല്ലോ ഉറപ്പായിട്ടും സെറ്റ് ആക്കും. അതുപോലെ തന്നെ ടാസ്ക് ഇതുപോലെ നമ്മുടെ ചാനലിൽ ലൈവില് അത്രയും ടൈം സ്പെൻഡ്